സർ, ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. നേരത്തെ വാജ്പേയി നടത്തിയ സർപ്രൈസ് ഇപ്പോൾ മോദിയിലൂടെ വീണ്ടും ഉണ്ടാകാൻ പോകുന്നു. ഈ BJP ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സർപ്രൈസ് തരുമ്പോൾ ഇതൊക്കെ താങ്ങാനുള്ള ശക്തി പ്രധാനമന്ത്രി ആകാനായി കസേരയും കുപ്പായവും തച്ച് വച്ച് കാത്തിരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് കഴിയുമോ? അയ്യോ, പുള്ളിയെല്ലാം ഉടുപ്പൂരി കാണിച്ചല്ലേ പ്രദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. AIയുടെ സമ്മേളനത്തിൽ പോയി യൂത്ത് കോൺഗ്രസിൻ്റെ പിള്ളേരെ കൊണ്ട് ഉടുപ്പുരിഞ്ഞു കാണിച്ചുകൊണ്ട് എന്തെല്ലാം കോമാളി ഷോകളാണ് ഇയാൾ കാണിക്കുന്നത്. പാർലമെൻറ്റിനകത്ത് മര്യാദയ്ക്ക് ഷർട്ട് ഇട്ടുകൊണ്ട് വരികയല്ലേ, എങ്കിൽ തന്നെ ഇയാൾ ബനിയനായിട്ടുണ്ട് വരുന്നു. ബനിയൻ ഇട്ടുകൊണ്ടേ വരത്തുള്ളൂ, ബോഡി കാണിക്കാൻ വേണ്ടിയിട്ട്, മസിൽ പവർ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇയാളുടെ കാര്യം നമ്മൾ ഇവിടെ അങ്ങേരെ വിളിച്ചറിയിക്കേണ്ട, അനാവശ്യമായിട്ട് അയാൾ നിലവാരമില്ലാത്തവരെ ഒന്നും ഇതിലേക്ക് കൊണ്ടുവരണ്ട. നമുക്ക് ബംഗ്ലാദേശിലേക്കുള്ളതെന്ന് പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ധാരാളം അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അറിയാമല്ലോ, ആസാമിലെ നാട് റോഡിൽ മോദി എന്നിറങ്ങുന്ന വിമാനത്തിൽ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ C-1 വിമാനത്തിൽ വന്ന് ചാടി ഇറങ്ങുന്നു. അവിടെ വിമാനത്താവളമാവുന്ന റോഡ് അത് എവിടെ, ചൈനയുടെ അതിർത്തിയോട് ചേർന്ന്. മാത്രമല്ല ബ്രഹ്മപുത്ര നദിക്കടിയിൽ കൂടെ, മേളിൽ കൂടെ അല്ലേ, പാലമിട്ടൊന്നും അല്ലേ, ആടിയിൽ കൂടെ നമ്മൾ ട്രെയിൻ ഓടിക്കാൻ പോകുന്നു, അതുപോലെ തന്നെ ബസ് ഓടിക്കാൻ പോകുന്നു. മനസ്സിന് എൻ്റെ തള്ള പേടിച്ച് കലിപ്പ് വന്നിരിക്കുകയാണ് ചൈന എന്ന് പറയുന്ന പോലെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ നടക്കാൻ പോകുന്ന ഇപ്പോൾ മോദി റെഡി ആയിട്ടിരിക്കുക, ഒരു യാത്ര ഇപ്പോൾ നടക്കും, ലോകം ഞെട്ടും. യാത്ര എങ്ങോട്ടാണെന്നറിയാം? അതായത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ധാക്കയിലേക്ക് ഒരു ബസ് യാത്ര. ബസ് കയറാനായിട്ട് കാത്തു നിൽക്കുകയാണ് മോദി. ടിക്കറ്റൊക്കെ റെഡിയാണ് എല്ലാം. ബംഗ്ലാദേശിന്റെ തലസ്ഥാനം ധാക്കയിലേക്ക്, ബംഗ്ലാദേശിലെ രാഷ്ട്രീയ അസ്ഥിരതയെ തുടർന്ന് കുറച്ചു നാൾ നിർത്തിവെച്ചതാണ്. നേരത്തെ ബസ് സർവീസ് ഉണ്ടായിരുന്നു, നമുക്ക് വേണമെങ്കിലും പോവാം. 2800 രൂപയുള്ളൂ ടിക്കറ്റ്. 2800 രൂപ കൊടുത്താൽ അവിടെ ചെന്നിറങ്ങാം. അതായത് ഇന്ത്യ ബംഗ്ലാദേശ് ബസ് സർവീസ് എന്നാണ് അതിന് പറയുന്നത്. ഇപ്പോൾ നടന്നിരിക്കുന്നത് അഗർത്തലയിൽ നിന്നാണ്. അഗർത്തലയിലെ കൃഷ്ണനഗർ ഡിപ്പോയിൽ നിന്ന് ധാക്കയിലെ ബസ് ഡിപ്പോയിലേക്ക്, ബംഗ്ലാദേശിൻ്റെ ഡിപ്പോയിലേക്ക് ആ യാത്ര പോകുന്നു. ഇപ്പോൾ അത് ട്രയൽ റൺ നടത്തുക, പുനരാരംഭിക്കാൻ ധാരണയായി. പെട്ടെന്ന് മാറ്റങ്ങൾ വന്നത്. മറ്റേ മുഹമ്മദ് യൂനുസിൻ്റെ കാലത്ത് നിർത്തിവെച്ചിരുന്നത് ഇപ്പോൾ ഇയാൾ സത്യപ്രതിജ്ഞ ചെയ്തേ ഉള്ളൂ. നമ്മൾ 2 പ്രതിനിധികളെ അയച്ചതേ ഉള്ളൂ. അപ്പോൾ തന്നെ ഇത് പുനഃസ്ഥാപിക്കുക, ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുക, ആ ലിങ്ക് നമ്മൾ വീണ്ടും സ്ഥാപിക്കുക എന്നുള്ള എന്റെയാണ്. ഇത് മോദി അത് കൈകാര്യം ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതുപോലെ ഇത് വലിയൊരു സർപ്രൈസ് ആക്കും. ഒരു സർപ്രൈസ് ആക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നോക്കുമ്പോൾ ധാക്കയിൽ നിൽക്കുന്ന പുള്ളി ബസ്സിൽ ചെന്നിറങ്ങിയിരിക്കുന്നു. അപ്പോഴായിരിക്കും നമ്മൾ സംഗതി അറിയുക. ആ രീതിയിലുള്ള എല്ലാ ആസനങ്ങളും അവിടെ അജിത് ഡോവല് എല്ലാ സുരക്ഷാ നീക്കങ്ങളും നടത്തിയിരിക്കുക. അവിടെ ചെന്ന് സിയാവൂർ റഹ്മാൻ കൈ കൊടുക്കും, വലിയ ലോകം തന്നെ ഞെട്ടും. വീണ്ടും ബംഗ്ലാദേശും ഇന്ത്യയും കൂടെ കോംപ്രമൈസ് ആവും. ആ ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇനി വേറൊരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നത് എന്തെന്നറിയാമോ? ബംഗ്ലാദേശിൻ്റെ ഇപ്പോഴത്തെ പുതിയ സത്യപ്രതിജ്ഞ ചെയ്ത പ്രധാനമന്ത്രി സിയാവൂർ റഹ്മാൻ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വിദേശ സന്ദർശനം നടത്താൻ പോകുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? മിക്കവാറും ഇതേ ബസ്സിൽ തന്നെ അഗർത്തലയിൽ വന്നിറങ്ങിയിട്ട് അവിടുന്ന് അവരുടെ എയർഫോഴ്സിൻ്റെ ഫ്ലൈറ്റിൽ ഡൽഹിയിലേക്ക് വരും. ഇതാ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. ആദ്യത്തെ സന്ദർശനം ഏറ്റവും അടുത്തുള്ള നെയ്ബർ നെക്സ്റ്റ് എന്നുള്ള നമ്മളുടെ നാട്ടിലേക്ക് വരും. നെയ്ബർ ഫസ്റ്റ് എന്നുള്ള തത്വം അനുസരിച്ച് പുള്ളിക്കറിയാം. അതെ, ചൈനയിലേക്ക് പോയി കഴിഞ്ഞാൽ ചൈന ബംഗ്ലാദേശിനെ എങ്ങനെ മുതലെടുക്കാമെന്നുള്ളതായിരിക്കും ചൈന നോക്കുന്നതെന്ന് പുള്ളിക്കറിയാം, ലോകത്തുള്ള എല്ലാവർക്കും അറിയാം. പക്ഷേ ഇന്ത്യയിലേക്ക് വന്നാൽ അങ്ങനെയല്ല. അതിഥി ദേവോ ഭവ. നമ്മുടെ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് എല്ലാം സൽക്കരിച്ച് അവരെ സ്വീകരിക്കും. അങ്ങനൊരു രീതിയാണ് നമുക്കുള്ളത്, അല്ലേ? അതിഥി ദേവോ ഭവ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരിൽ നിന്നുള്ള ലാഭമൊന്നുമല്ല നോക്കുന്നത്, മറിച്ച് ബന്ധങ്ങൾ എങ്ങനെ ഉഷാറാക്കി നല്ല അയൽരാജ്യങ്ങളായിട്ട് പോകാം, നല്ല അയൽക്കാരനായിട്ട് പോകാം എന്നുള്ളതാണ് നോക്കുന്നത്. ഇത് സിയാവൂർ റഹ്മാൻ ലണ്ടനിൽ ഏതാണ്ട് 14 വർഷത്തോളം അല്ലേ താമസിച്ചു വന്ന ആളായതുകൊണ്ട് ഈ കാര്യങ്ങൾ ബോധമായിട്ടുള്ള വിശാലമായിട്ടുള്ള 3 വർഷം കൂടുതലുണ്ട്, വിശാലമായിട്ടുള്ള ഒരു ബോധ്യം അദ്ദേഹത്തിനുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ചൈനയിൽ പോയാൽ നമ്മൾ ട്രാപ്പിലാവും എന്നുള്ള അറിയാം. അതുപോലെ ഇനി തുറക്കാൻ പോകുന്ന വലിയൊരു കാര്യമെന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലെ ചരക്കുകൾ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ചിറ്റഗോങ് തുറമുഖം ഉപയോഗിക്കാവുന്ന ഒരു പരുവം വരും. നമുക്കവിടെ കടലില്ല. നമുക്കവിടെ കടലുണ്ടെങ്കിലും കൽക്കട്ട തുറമുഖത്ത് കൊണ്ടുപോയിട്ടേ അവ നമുക്കിപ്പോൾ നീക്കം ചെയ്യാൻ കഴിയുള്ളൂ.
ഇപ്പോൾ അതിനേക്കാൾ എളുപ്പം അവർക്ക് തൊട്ടടുത്ത് കിടക്കുന്ന പ്രദേശത്ത് സാധനങ്ങൾ, ചരക്കുകൾ കൊണ്ടുപോയിട്ട് അത് നീക്കാനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കും. ഇപ്പോൾ ഒരുമാതിരി ശത്രുതയായതുകൊണ്ട് ചിറ്റകവുമായിട്ട് നമ്മുടെ തന്നെ തുറമുഖമായി കിട്ടേണ്ടതാണ്, അതിപ്പോൾ കിട്ടുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ സംശയം, നമ്മൾ ചരക്ക് നീക്കുമെന്ന് പറഞ്ഞ പോലെ ബോംബുകളെ വാങ്ങിയിരിക്കുമോ എന്നുള്ളൊരു സംശയം ഉണ്ടാകാമല്ലോ. മുഹമ്മദ് യൂനുസിന് അങ്ങനെ ഒരു സംശയദൃഷ്ടിയാ കാണാനേ പറ്റൂ. കാരണം ഒരുപാട് ഹിന്ദുക്കളെ കൊന്ന് വംശഹത്യ ചെയ്ത ഒരു ഭരണത്തിന്, ആ ഭരണത്തിൻ്റെ തലപ്പത്തിരുന്ന ആളാണല്ലോ അദ്ദേഹം. അതുകൊണ്ട് ചിറ്റകോങ്ങുമായിട്ടൊരു ബന്ധം വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് വലിയൊരു ലാഭം ഉണ്ടാവും. ആ സംസ്ഥാനങ്ങളെല്ലാം ചുറ്റിക്കറങ്ങി കൽക്കട്ടയിലേക്ക് പോയി ഇത് കൊണ്ടുവന്ന് ക്രയം ചെയ്യുമ്പോൾ ഒരുപാട് ചിലവ്, ലോജിസ്റ്റിക്സ് സപ്പോർട്ട് മൂലം ഒരുപാട് ചിലവ് വരും. ആ ചിലവെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ സാധനങ്ങൾ വിദേശത്തേക്കെങ്കിൽ അമേരിക്കയിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യത തെളിയുകയാണ്. ഈ ചുങ്കമെല്ലാം വെറും പൊള്ളത്തരമാണ്. ചുങ്കത്തിന് അധികാരം ട്രംപിനില്ല. ഇപ്പോൾ നമുക്ക് ചുങ്കമില്ലാതെ തന്നെ ഈ ചുങ്കമില്ലാതെ തന്നെ സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യം വരും. അങ്ങനെ ഉള്ളതിനെല്ലാം നമുക്ക് വളരെ സപ്പോർട്ടാണ്. അതിന് പരമായിട്ട് ബറാക്ക അണക്കെട്ടിൽ, അത് ഇന്ത്യയിലാണുള്ളത്, ആ അണക്കെട്ടിൽ നിന്ന് കൂടുതൽ വെള്ളം നമ്മൾ ബംഗ്ലാദേശിന് കൊടുക്കും. പാകിസ്ഥാൻ എന്താണ് നമ്മൾ കുറച്ചതോ അത് നമ്മൾ അവിടെ നിന്നേക്ക് കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ ബംഗ്ലാദേശിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ അവർക്ക് തുണി കയറ്റുമതിക്ക് അവരുടെ ഏറ്റവും, ചൈന കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ തുണി എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്. അവിടെ നിന്ന് നമ്മൾ തുണി വാങ്ങിക്കും, പകരം നമ്മൾ അവർക്ക് അരി കൊടുക്കും. ഇങ്ങനെയുള്ള ഒരു ഡീൽ ഇപ്പോൾ ബംഗ്ലാദേശുമായിട്ട് നമ്മൾ കൊണ്ടുവരും. ഈ ഡീലിൻ്റെ ഒക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോകുന്നത്. കഴിഞ്ഞ ദിവസം കണ്ടല്ലോ നമ്മുടെ നിർമ്മിത ബുദ്ധി ഉച്ചകോടിയിൽ ഡിസൽവ, ബ്രസീലിയൻ പ്രസിഡൻ്റായിട്ടുള്ള ലുലു ഡിസൽവ, അദ്ദേഹം വന്നൊരു കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട്. കയറ്റുമതി ഇപ്പോഴുള്ളതിൻ്റെ 3 ഇരട്ടിയായിട്ട് ഇന്ത്യയും ബ്രസീലും മാറ്റാൻ പോകും. 3 ഇരട്ടിയായിട്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ മിനറൽസ് എന്ന് പറയുന്ന നിർണായകമായിട്ടുള്ള ലോഹങ്ങൾ, അതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. അതാണ് ഇനി മേൽ ലോകത്തിൻ്റെ ഓയിൽ എന്ന് പറയുന്നത്, ഇന്ധനം എന്ന് പറയുന്നത് അതാണ്. ലോകത്തിൻ്റെ ചാലകശക്തി എന്ന് പറയുന്നതും അതായിരിക്കും. ആ കരാർ നമ്മൾ ഒപ്പിട്ടു. ആരും പറഞ്ഞില്ല. പല രാജ്യങ്ങളുമായിട്ട് 186 രാജ്യങ്ങൾ ഇവിടെ വന്ന ആ സമ്മേളനത്തിൽ AI എന്ന് പറയുന്നത് ലോക രാജ്യങ്ങളെല്ലാം തുല്യമായിട്ട് ഷെയർ ചെയ്യേണ്ട ഒന്നാണെന്നുള്ളതിൽ എഴുതി ഒപ്പിട്ടു. ഒരു വൻ വിജയമായിരുന്നു. ഒരൊറ്റ ഐക്യരാഷ്ട്രസഭയിൽ പോലും ഇങ്ങനൊരു ഐക്യം കണ്ടിട്ടില്ല. അതുപോലത്തെ ഐക്യമാണ് ഇന്ത്യയിൽ ഡൽഹിയിൽ നമ്മൾ നടത്തിയ ഈ AI ഉച്ചകോടിയിൽ കണ്ടത്. പത്രങ്ങൾക്കൊന്നും അത് വലിയ വാർത്തയായിട്ടില്ല, വൈങ്കളി വാർത്തയല്ലാത്തതുകൊണ്ട്. അത് വമ്പിച്ച നേട്ടവും. അതുപോലെ തന്നെ 3ാം വ്യവസായ വിപ്ലവം എന്നാണ് അശ്വിനി വൈഷ്ണവ് ഈ AI നിർമ്മിത ബുദ്ധിയെ വിശേഷിപ്പിച്ചത്. പക്ഷേ നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് കൃത്രിമ ബുദ്ധി ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഈ നിർമ്മിത ബുദ്ധിയുടെ പ്രാധാന്യം അറിയാൻ കഴിഞ്ഞില്ല. പക്ഷേ മോദിക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കാരണം ഈ എണ്ണ എന്ന് പറയുന്നത് ഇപ്പോൾ ചില രാജ്യങ്ങളുടെ കുത്തകയാണല്ലോ. അതുപോലെ AI എന്ന് പറയുന്നതും ചില രാജ്യങ്ങളുടെ കുത്തകയാകാതിരിക്കാൻ ലോകത്തിലെല്ലാം അത് ഷെയർ ചെയ്യപ്പെടണമെന്ന് ലോകത്തിലെ ഭൂരിപക്ഷം രാജ്യങ്ങളും ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നീതിയുക്തമായിട്ടുള്ള ഓഹരി വെയ്പ്പ് വാസ്തവത്തിൽ പണ്ടേ വേണ്ട ഒരു കാര്യമായിരുന്നു. ലോകത്തിലെ എണ്ണ എന്ന് പറയുന്ന സമ്പത്ത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും തുല്യമായിട്ട് കൊടുക്കേണ്ടതായിരുന്നു. എങ്കിൽ ഈ ലോക രാജ്യങ്ങൾ ചിലത് വളരെ ദരിദ്രവും അതുപോലെ തന്നെ ചിലത് വളരെ സമ്പന്നവുമായി മാറില്ലായിരുന്നു. ഈക്വാലിറ്റി എന്ന് പറയുന്നത് ഒരു രാജ്യത്തിനകത്ത് മാത്രം വേണ്ട കാര്യമല്ലല്ലോ, ലോകമെമ്പാടും വേണ്ടതല്ലേ. അതുണ്ടാവേണ്ടതായിരുന്നു. എണ്ണ കൈവശം വെച്ചിരിക്കുന്ന രാജ്യങ്ങളെല്ലാം വലിയ സമ്പന്നന്മാരും അവർക്ക് ഇഷ്ടം പോലെ പണം, ജോലി ചെയ്യാതെ തന്നെ സർക്കാർ പണം കൊടുക്കുന്നു. അല്ലാത്ത രാജ്യങ്ങൾ കിടന്ന് കഷ്ടപ്പെട്ട് ദാരിദ്ര്യത്തിലും തൊഴിലില്ലായ്മയിലും ആത്മഹത്യയിലേക്കും പോകുന്നു. ഇതിൻ്റെ കാര്യം എന്താ? ഈ എണ്ണ എന്ന് പറയുന്ന സമ്പത്തിൻ്റെ തുല്യമായ വിതരണം നടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതുപോലെ AIക്കും സംഭവിക്കാം. ചിലത് തീരെ ദരിദ്രം AIയുടെ കാര്യത്തിൽ അങ്ങ് താഴോട്ടങ്ങ് പോകും. മറ്റേ AIയുടെ കാര്യത്തിൽ സമ്പന്നമായ രാജ്യങ്ങൾ മേപ്പോട്ട് കയറി അങ്ങ് പോകും. അത് വേണ്ട, തുല്യമായിട്ടുള്ള വിതരണം. അപ്പോൾ അതിൻ്റെ പേരിലുള്ള യുദ്ധങ്ങളും ഇല്ലാതാവും. അതുമൊക്കെ വെച്ചിരിക്കുകയാണ്. ബംഗ്ലാദേശിന് ഇതിനെയെല്ലാം തീർച്ചയായിട്ടും ഇന്ത്യക്ക് സപ്പോർട്ടായി തീരും. അങ്ങനെ പുതിയൊരു ഊഷ്മളമായിട്ടുള്ള സൗഹൃദം വരും. ആ സൗഹൃദത്തിന് ഒരു നല്ല തുടക്കം കുറിക്കാൻ വേണ്ടിയാണ് മോദിക്ക് മാത്രമേ അത് കഴിയൂ. ചൈനീസ് പ്രസിഡൻറ്റിന് ഇതുപോലെ യാത്ര ചെയ്ത് ധാക്കയിലേക്ക് വരാൻ പറ്റുമോ? പിന്നെ മാലദ്വീപിന് പറ്റുമോ? ഇന്ത്യക്ക് അവിടെ വ്യക്തമായിട്ടൊരു ബന്ധവും ഒരു ഡിപ്ലോമസിയും തന്ത്രജ്ഞതയും അയൽ ബന്ധവും സ്ഥാപിക്കാൻ പറ്റിയ നിമിഷമാണ് അഗർത്തലയിൽ നിന്ന് ധാക്കയിലേക്കുള്ള നരേന്ദ്രമോദിയുടെ ബസ് യാത്ര. അതിപ്പോൾ ഉടനെ തന്നെ സംഭവിക്കും. അത് രഹസ്യമായിട്ട് വെച്ചിരിക്കുകയാണ്. അത് ഉടനെ തന്നെ സംഭവിക്കും.
അതുപോലെ തന്നെ ഇന്ത്യക്ക് അയൽപക്കത്ത് ശത്രുക്കളില്ലാത്ത ഒരവസ്ഥ വന്നു ചേരാൻ പോവുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.